ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടക്കായ് ചൂരൽമല ദുരന്തം പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. കലൂർ സ്റ്റേഡിയം അപകടം ദിവ്യ ഉണ്ണിയുടെ സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. EP ജയരാജന്റെ ആത്മകഥാ വിവാദം PDF പ്രചരിപ്പിച്ച സംഭവത്തിൽ DC ബുക്സിനെതിരെ കേസെടുത്തു. തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമം. ഇറാനിലെയും റഷ്യയിലെയും സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി US. മണിപ്പൂർ കലാപം. പുതുവർഷത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രി ബിരേൻ സിംഗ്. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ മുണ്ടക്കായ് ചൂരൽമല മേഖലയിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ പുനരധിവാസ പദ്ധതിയുടെ രൂപരേഖ ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചിരുന്നു. ഇത് വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് ഇന്ന് അംഗീകാരം നൽകിയത്. 2 എസ്റ്റേറ്റിലായി ടൗൺഷിപ്പുകൾ വികസിപ്പിച്ച് വീടുകൾ നിർമ്മിക്കാനുള്ള കർമ്മ പദ്ധതിയുടെ കരടുരേഖ കഴിഞ്ഞ മാസം 22-ന് ചേർന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്തിരുന്നു. തൊട്ടടുത്ത മന്ത്രിസഭായോഗത്തിൽ അംഗീകാരം നൽകാൻ തീരുമാനിച്ചെങ്കിലും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ച യോഗം ചേർന്നിരുന്നില്ല. ഇതിനിടെ ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർവേ നടപടികൾ ആരംഭിച്ചു. 10 ഗ്രൂപ്പായി തിരിഞ്ഞാണ് സർവേ നടക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സർവേ. 600 കുടുംബങ്ങൾക്ക് ഈ എസ്റ്റേറ്റിൽ വീട് വെച്ച് നൽകാനാകുമെന്നാണ് കരുതുന്നത്. പുനരധിവാസത്തിനായി ഏറ്റെടുത്ത ഭൂമി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സർക്കാരിനെ ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു. എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ സുപ്രധാന വിധി. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരമായിരിക്കണം ഭൂമി ഏറ്റെടുക്കേണ്ടതെന്നും കോടതി വിധിച്ചിരുന്നു. ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിന്റെ സ്പെഷ്യൽ ഓഫീസറായി മലപ്പുറം LA ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ JO അരുണിനെ അധിക ചുമതല നൽകി സർക്കാർ ഉത്തരവായിരുന്നു. ദേശീയപാത, കരിപ്പൂർ വിമാനത്താവള വികസനം തുടങ്ങിയ പദ്ധതികളുടെ സ്ഥലം ഏറ്റെടുക്കൽ ചുമതല അദ്ദേഹം വഹിച്ചിരുന്നു. കൊച്ചിയിൽ നൃത്തപരിപാടിക്കിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ചുണ്ടനക്കിക്കൊണ്ട് ഉമാ തോമസ് മക്കൾക്ക് പുതുവത്സരം നേർന്നെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യമാണ് ഇനി ആലോചിക്കേണ്ടതെന്നും ഡോക്ടർമാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കൈകാലുകൾ മാത്രം ചലിപ്പിച്ച ഉമ ഇന്ന് ശരീരമാകെ ചലിപ്പിച്ചു. ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പേജ് അഡ്മിനാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. മെഡിക്കൽ ബുള്ളറ്റിൻ ഉടനുണ്ടാകുമെന്നും പോസ്റ്റിൽ പറയുന്നു. സെഡേഷനും വെന്റിലേറ്റർ സപ്പോർട്ടും കുറച്ചുവരികയാണ്. ഇതിനിടെ കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സാമ്പത്തിക ചൂഷണത്തിനാണ് സംഘാടകർക്കെതിരെ കേസെടുത്തത്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ പരാതിക്കാരായ രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സംഘാടകരുടെ പണപ്പിരിവിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽക്സ് വാർത്താ ഗ്രൂപ്പിലൂടെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കല്യാൺ സിൽക്സ് അടക്കമുള്ള സ്പോൺസർമാരെ കാണുന്നത്. ടിക്കറ്റ് വെച്ച് നടത്തിയ പരിപാടിയിൽ ബുക്ക് മൈ ഷോയിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും. സംഭവത്തിൽ ദിവ്യ ഉണ്ണിയുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും. നടൻ സിജോയ് വർഗീസിനെയും വിളിപ്പിക്കും. സ്ഥാപനവുമായുള്ള താരങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഗിന്നസ് പരിപാടിക്കായി ഉണ്ടാക്കിയ കരാർ രേഖകളടക്കം ഹാജരാക്കാൻ ദിവ്യ ഉണ്ണിയോട് ആവശ്യപ്പെടും. ബ്രാൻഡിംഗ് പാർട്ണർ എന്ന നിലയിലാണ് സഹകരിച്ചതെന്നാണ് നടൻ സിജോയ് വർഗീസ് അറിയിച്ചിരിക്കുന്നത്. സിജോയ് വർഗീസിനെ പണം കൈമാറിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. ഗിന്നസ് പരിപാടിയുമായി സഹകരിച്ച സിനിമ, സീരിയൽ താരങ്ങളുടെയും ഗായകരുടെയും മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ ഡാൻസ് ടീച്ചർമാരെയും പ്രതികളാക്കും. നൃത്ത അധ്യാപകർ വഴിയായിരുന്നു പണപ്പിരിവ്. ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാരെ നടപടിയെടുക്കുക. കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതിനനുസരിച്ച് കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ പോലീസ് ബുക്ക് മൈ ഷോയിൽ നിന്ന് വിവരങ്ങൾ തേടി. ടിക്കറ്റ് വെച്ച് സ്റ്റേഡിയത്തിലേക്ക് ആളെ കയറ്റിയതിലാണ് വിവരശേഖരണം. 20,000-ഓളം ടിക്കറ്റുകൾ വിറ്റെന്നാണ് മൃദംഗ വിഷൻ ഭാരവാഹികളുടെ മൊഴി. ഇന്ന് ഡേ 3 ആണ് മാഡം അഡ്മിറ്റ് ആയിട്ട്. ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് മാഡത്തിന്റെ വായേന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ. ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല, വിസ്പറിംഗ് ആയിരുന്നു, മംബ്ലിംഗ്. ഹാപ്പി ന്യൂ ഇയർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിന്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്.
ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേ കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്ററാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ നമുക്ക് അഗ്രസീവായിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ആകെ വാട്ട് ഷീ സേസ് ഇസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 റിപ്പ് റൈറ്റ് സൈഡിലും 1 റിപ്പ് ഇവിടെ ഉള്ളപ്പോൾ നമ്മളുടെ ഈ ഓരോ മൂവ്മെൻറ്റിനും വേദന ഉണ്ടാവാം. അപ്പോൾ വേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാച്ചാണ് കൊടുക്കുന്നത്, ഫെന്റാനിൽ പാച്ച് എന്ന് പറയും. അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇഞ്ചക്ഷൻസും ഉണ്ട്, പാരസെറ്റമോൾ ഇൻഫ്യൂഷൻസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ വേദന കവർ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും വേദനയുണ്ടാവും. അപ്പോൾ അത് നമുക്കത് എന്തായാലും ഇതിന്റെ ഭാഗമാണ്. വി ഹാവ് ടു ടേക്ക് ഇറ്റ് ദാറ്റ് വേ. കാരണം വേദനയുള്ളപ്പോൾ നമ്മൾ മുഴുവൻ ശ്വാസം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്, വേദന കാരണം. അപ്പോൾ പതുക്കെ വലിക്കുള്ളൂ വേണം. അപ്പോൾ എനിവേ ദാറ്റ് ഇസ് ദ ചാലഞ്ച് നൗ. ഇനി ഹൗ മെനി ഡേയ്സ് ഓഫ് വെന്റിലേഷൻ, നമുക്കും കഴിയുന്നതും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇന്റർമീഡിയന്റ് ആയിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇടയ്ക്ക് തന്നെത്താനെയും വലിക്കുന്നുണ്ട്, പിന്നെ കൺട്രോൾ മെഷീനും ചെയ്യും. ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ബട്ട് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ്ശെ. ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത്. ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു. ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനെ. അപ്പോൾ അവർ എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു. വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വേ ഇറ്റ് ഇസ് ഗോയിങ്. അവരും ഹാപ്പിയാണ്, ഇങ്ങനെ തന്നെ പോയാൽ മതി. കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇന്നലെ തന്നെ. അതപ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി കമ്പൈൻഡ് മെഡിക്കൽ ബോർഡ് കൂടി ചെയ്യാൻ പോകും. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുവാനാണ് തീരുമാനം. തെലങ്കാന സർക്കാരിന്റെ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതായി രാജ്യസഭയിലെ കോൺഗ്രസ് ഉപനേതാവ് പ്രമോദ് തിവാരി പറഞ്ഞു. തെലങ്കാന സംസ്ഥാന രൂപീകരണ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായാണ് ഭാരതരത്നം നൽകണമെന്ന് തെലങ്കാന നിയമസഭാ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അവതരിപ്പിച്ച പ്രമേയത്തെ പ്രധാന പ്രതിപക്ഷമായ ഭാരത് രാഷ്ട്രീയ സമിതിയും പിന്താങ്ങി. ഇന്ത്യയുടെ സാമ്പത്തിക വിപ്ലവത്തിന്റെ പ്രധാന ശില്പിയായ മൻമോഹൻ സിംഗിനെ ആദരമർപ്പിക്കാൻ നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുമെന്നും തെലങ്കാന സർക്കാർ വ്യക്തമാക്കി. മൻമോഹൻ സിംഗിനെ ഭാരത് രത്നം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ BJP എതിർത്തു. മൻമോഹൻ സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുമ്പ് തെലുങ്കു മണ്ണിന്റെ മകനായ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ പ്രതിമയാണ് സർക്കാർ ആദ്യം സ്ഥാപിക്കേണ്ടത് എന്ന് BJP MLA ആളേരു മഹേശ്വർ റെഡ്ഡി ആവശ്യപ്പെട്ടു. അതേസമയം വിഷയത്തിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഭിന്നത സംസ്ഥാനം വിട്ട് ദേശീയ തലത്തിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. മൻമോഹൻ സിംഗിന് ഭാരതരത്നം നൽകുന്ന വിഷയം എന്തുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നില്ലെന്നാണ് BJPയുടെ ചോദ്യം. നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാത്ത കോൺഗ്രസ് പ്രധാനമന്ത്രിമാർക്ക് അർഹമായ പരിഗണന കോൺഗ്രസ് നൽകാറില്ലെന്നും BJP കുറ്റപ്പെടുത്തി. അതേസമയം വിഷയത്തിൽ ഇനിയും പ്രതികരണവുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്തെത്തിയിട്ടില്ല. തെലങ്കാന സർക്കാരിന്റെ പ്രമേയം കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്ന് കോൺഗ്രസ് രാജ്യസഭാ ഉപനേതാവ് പ്രമോദ് തിവാരി പറഞ്ഞു. രൂപമാറ്റം വരുത്തിയ നവകേരള ബസിന്റെ ആദ്യ സർവീസ് തുടങ്ങി. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ആദ്യ സർവീസ് തന്നെ ഹൗസ്ഫുൾ ആണ്. 5 മാസത്തിന് ശേഷമാണ് ബസ് നിരത്തിലിറങ്ങുന്നത്. നേരത്തെ ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തിയിരുന്ന നവകേരള ബസ് നഷ്ടത്തിലായതോടെ സർവീസ് നിർത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ച് രൂപമാറ്റം വരുത്തി സൂപ്പർ ഡീലക്സ് ആക്കി സർവീസ് നടത്താൻ KSRTC തീരുമാനിച്ചത്. നിലവിൽ ബസ്സിലെ സീറ്റുകളുടെ എണ്ണം 37 ആക്കിയിട്ടുണ്ട്. ബസ്സിലുണ്ടായിരുന്ന എസ്കലേറ്റർ, പിൻഡോർ എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻഭാഗത്ത് മാത്രമാകും ഡോർ ഉണ്ടാവുക. ശുചിമുറി ബസ്സിൽ നിലനിർത്തിയിട്ടുണ്ട്. നേരത്തെ 1280 രൂപയായിരുന്നു ബസ് നിരക്ക്. ഇപ്പോൾ 930 രൂപയാണ് ഈടാക്കുന്നത്. നേരത്തെ നവകേരള യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്ര ചെയ്യാൻ വേണ്ടിയായിരുന്നു 1.6 കോടി രൂപയ്ക്ക് ഭാരത് ബെൻസിന്റെ ആഡംബര ബസ് വാങ്ങിയത്. മുൻഭാഗത്ത് ഹൈഡ്രോളിക് ലിഫ്റ്റും പിറകിൽ ഓട്ടോമാറ്റിക് വാതിലും ബാത്റൂം സൗകര്യങ്ങളോടെയുമായിരുന്നു ബസ് തയ്യാറാക്കിയത്. നവകേരള ബസ് നേരത്തെ ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു.
ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ, കിടപ്പുമുറി, മീറ്റിംഗ് മുറി എന്നിവയൊക്കെ ബസ്സിലുണ്ടെന്ന പ്രചരണം നവകേരള യാത്രയ്ക്ക് മുമ്പ് ഉയർന്നിരുന്നു. ബസ് പുറത്തിറങ്ങിയതോടെയാണ് ഇത്തരം പ്രചരണങ്ങളിൽ കഴമ്പില്ലെന്ന് വ്യക്തമായത്. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂർ എന്നിവിടങ്ങളിലാണ് ബസ്സിന് സ്റ്റോപ്പ് ഉള്ളത്. ആദ്യ 3 ദിവസത്തെ ബംഗളൂരുവിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയായിരുന്നു. AC ഗരുഡ പ്രീമിയം സർവീസാണ് നവകേരള ബസ് ഓടുന്നത്. ബസ്സിൽ അധികമായി 11 സീറ്റുകൾ ഘടിപ്പിക്കുകയും എസ്കലേറ്ററും പിൻഡോറും ഒഴിവാക്കി പകരം മുന്നിലൂടെ കയറാവുന്ന സംവിധാനം ആക്കുകയും ചെയ്തിരുന്നു. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പരോൾ തടവുകാരന്റെ അവകാശമാണെന്നും അത് ബാധിക്കുന്ന വിഷയമല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ CPM നേതാക്കൾ പങ്കെടുത്ത സംഭവത്തെയും ന്യായീകരിച്ചുകൊണ്ടായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പാർട്ടി നേതാക്കൾ പോയതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച ഗോവിന്ദൻ സാമാന്യ മര്യാദയുടെ പേരിലാണ് പോയതെന്നും വിശദീകരിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിയുടെ 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് BJP ആക്ഷേപം ഉന്നയിച്ചിരുന്നു. 2010-ൽ 2 BJP പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസാണ് ന്യൂമാഹി ഇരട്ടക്കൊല കേസ്. കൊടി സുനി 2ാം പ്രതിയായ ഈ കേസിൽ ഈ മാസം 22-നാണ് തലശ്ശേരി കോടതിയിൽ വിചാരണ തുടങ്ങുന്നത്. ഇതിനിടെയാണ് അമ്മയുടെ അപേക്ഷ പരിഗണിച്ച് ജയിൽ വകുപ്പ് അനുവദിച്ച പരോളിൽ കൊടി സുനി കഴിഞ്ഞ ദിവസം തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. TP കേസിൽ ശിക്ഷിച്ച ശേഷവും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു കൊടി സുനി. മകനെ പരോൾ ആവശ്യപ്പെട്ട് കൊടി സുനിയുടെ അമ്മ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ആദ്യം അപേക്ഷ നൽകിയത്. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ DGP പരോൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രൈബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ DGP അനുകൂല നിലപാട് എടുക്കുകയായിരുന്നു. കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതിനെതിരെ KK രമ MLA അടക്കമുള്ളവർ ശക്തമായി രംഗത്തെത്തിയിരുന്നു. കൊടി സുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. KK രമ ആരോപിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്. പോലീസിന്റെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെയുണ്ട്. അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പരിശോധന നടത്തേണ്ടതാണ്. നടത്തിക്കോട്ടെ, ഞങ്ങൾക്കതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കെന്താ ഇപ്പോൾ ഓരോരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ഓരോരാളെ ശക്തിയായിട്ട് കുറിച്ച് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ആയിക്കോട്ടെ, അതൊരു മഹാപരാധമല്ല. ഞാനിപ്പോൾ അപരാധമൊന്നും പറഞ്ഞിട്ടില്ല, മഹാപരാധമൊന്നും പറഞ്ഞിട്ടില്ല, അല്ലാന്നും പറഞ്ഞിട്ടില്ല. അല്ല, പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്കതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അത് അപരാധമൊന്നും പറയുന്നില്ല, മഹാപരാധമൊന്നും പറയുന്നില്ല, ഒന്നും അതിനെപ്പറ്റി ഇപ്പോൾ കമൻറ്റിൻ്റെ മുമ്പിൽ നമ്മളില്ല. കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. അത് ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന കാര്യമാണ്. പരോളിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന കാര്യമാണ്. പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ഈ കൊലപാതക കേസിലെ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയുടെ വീട്ടിൽ ഗൃഹപ്രവേശനത്തിൽ അതൊക്കെ സാമാന്യ മര്യാദയില്ലേന്ന്. ഏതെങ്കിലും നാട്ടിലൊരു കുടിയിൽ കഴിക്കുമ്പോൾ ആ കുടിയിൽ കഴിക്കുമ്പോൾ അത് ഇന്നാൾ പ്രതിയാണ്, മറ്റേ ഇന്നാൾ കോൺഗ്രസ്സാണ്, മാർക്സിസ്റ്റാണ്, BJP നോക്കിയാൽ പോലും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണം. നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത്രയും കണ്ടാൽ മതി. പാർട്ടി തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറഞ്ഞ എത്ര ആളുകൾ കല്യാണത്തിനും അതുപോലെ തന്നെ വീട്ടുകൂടിയിലും പോകുന്നുണ്ട് ആളുകൾ. നിങ്ങൾ എന്തിൻ്റെ സൂത്രല്ലേ? നാട്ടിൽ ഏതെങ്കിലും ഒരു കുടിയിൽ നടക്കുന്നു, നാട്ടിലൊരു കല്യാണം നടക്കുന്നു, ആ കല്യാണത്തിന് പോയി, ഈ കല്യാണത്തിന് പങ്കെടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തു. എന്താ നിങ്ങൾ ചോദിക്കുന്ന കാര്യം? നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തനം ഇമാതിരി ജാള്യതയോടുകൂടി ഒരു മാന്യമര്യാദ കൊണ്ട്, ഒരു മാന്യത കൊണ്ട് ചോദ്യത്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് ഇല്ലേ? ആ നടക്കുന്ന പരിപാടികളെല്ലാം സൗകര്യത്തിനനുസരിച്ച് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരു പരിപാടി പങ്കെടുത്ത് ഒരാൾ കൊലക്കേസ് പ്രതിയായിപ്പോയി, ആ പ്രതിയുടെ വീട്ടുകുടിയലിന് എല്ലാ കുടുംബങ്ങളെല്ലാം കൂടി ചേർന്നല്ലേ ആ കുടിയലിന് പങ്കെടുത്തു പോയി. അത് പങ്കെടുത്ത് പോയി എന്തായി മഹാപരാധം?
നിങ്ങൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. പോസിറ്റീവായി ചിന്തിക്കണം. ഞാനിപ്പോൾ അവിടെ പറഞ്ഞിട്ടില്ല, എല്ലാം നെഗറ്റീവല്ല, എല്ലാം പോസിറ്റീവായി ചിന്തിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. പോരെ, പുനരധിവാസം ശക്തിയായ രീതിയിൽ നടത്തും. ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനം കൃത്യമായിട്ട് എടുത്തു കഴിച്ചിട്ടുണ്ട്. CPM നേതാവ് EP ജയരാജന്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ PDF പ്രചരിപ്പിച്ച സംഭവത്തിൽ DC ബുക്സിനെതിരെ പോലീസ് കേസെടുത്തു. DC ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ മാനേജർ AB ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് കേസ് ഫയൽ ചെയ്തത്. EP ജയരാജന്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ PDF പ്രചരിപ്പിച്ച സംഭവത്തിൽ കേസെടുക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിനെ കഴിഞ്ഞ ദിവസം നിർദ്ദേശം ലഭിച്ചിരുന്നു. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശ്വാസവഞ്ചന കുറ്റവും ഡിജിറ്റൽ കോപ്പി പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് IT ആക്ടും ചുമത്തുമെന്നാണ് ലഭിച്ച വിവരം. വിവാദത്തെ തുടർന്ന് AV ശ്രീകുമാറിനെ DC ബുക്സ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആത്മകഥാ വിവാദത്തിൽ വെള്ളിയാഴ്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോട്ടയം SP സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ആത്മകഥ ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ആത്മകഥ പകർപ്പവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ പോലീസിനെ നേരിട്ട് കേസെടുക്കാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. രചയിതാവ് കോടതിയിൽ പോവുകയും കോടതി നിർദ്ദേശിക്കുകയും ചെയ്താലേ പോലീസിനെ തുടർ നടപടി സ്വീകരിക്കാനാകൂ എന്നുമാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ കേസെടുക്കാൻ പ്രത്യേക പരാതി ആവശ്യമില്ലെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. DCയുടെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയിൽ നിന്നാണ് പുസ്തകം ചോർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ച് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ട് കൂടുതൽ അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവി മടക്കി നൽകുകയായിരുന്നു. തുടർന്നാണ് വിഷയം പകർപ്പവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നു കാട്ടി ജില്ലാ പോലീസ് മേധാവി വീണ്ടും റിപ്പോർട്ട് നൽകിയത്. ആത്മകഥ ചോർത്തിയതിന് പിന്നിലെ ഗൂഢാലോചനയെപ്പറ്റി വ്യക്തമായ വിശദീകരണം റിപ്പോർട്ടിലില്ലെന്നാണ് സൂചന. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് EP ജയരാജനും EP-യുമായി ഇതു സംബന്ധിച്ച് ഒപ്പിട്ട കരാറില്ലെന്ന് രവി DC-യും പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ പ്രസാധനത്തിന് ധാരണയുള്ളതായും വ്യക്തമാക്കിയിരുന്നു. 2024 US തെരഞ്ഞെടുപ്പിൽ ഇടപെടുവാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഇറാനിലെയും റഷ്യയിലെയും സ്ഥാപനങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തി US. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ അനുബന്ധ സ്ഥാപനത്തിലും റഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്കുമാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും 2024 US തെരഞ്ഞെടുപ്പിൽ US വോട്ടർമാരെ സ്വാധീനിക്കാനും ഇവർ ലക്ഷ്യമിട്ടതായി US ട്രഷറി വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. 2023 മുതൽ സ്വാധീന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതായാണ് ട്രഷറി വകുപ്പ് പറയുന്നത്. മോസ്കോ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ ജിയോപൊളിറ്റിക്കൽ എക്സ്പെർട്ടൈസ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ഡീപ് ഫേക്കുകൾ സൃഷ്ടിക്കുന്നത് നിർദ്ദേശിക്കുകയും സബ്സിഡി നൽകുകയും ചെയ്തുവെന്നും ട്രഷറി വകുപ്പ് പറയുന്നു. ഇറാൻ, റഷ്യ സർക്കാരുകൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുന്നു. തെറ്റായ വിവര പ്രചരണങ്ങളിലൂടെ അമേരിക്കൻ ജനതയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കുന്ന എതിരാളികൾക്കെതിരെ അമേരിക്ക ജാഗ്രത പുലർത്തുമെന്നും ട്രഷറി വകുപ്പിന്റെ തീവ്രവാദ സാമ്പത്തിക ഇന്റലിജൻസ് ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ബ്രാഡ്ലി സ്മിത്ത് പറഞ്ഞു. 2024 വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ CGE ഒരു വീഡിയോയും കൈകാര്യം ചെയ്തതായി ട്രഷറി വകുപ്പ് പറഞ്ഞു. എന്നാൽ ഏത് സ്ഥാനാർത്ഥിയെയാണ് ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മണിപ്പൂരിലെ കലാപത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രി ബിരേൻ സിംഗ്. നിർഭാഗ്യകരമായ സംഭവമാണ് ഈ വർഷം ഉണ്ടായത്. അതിൽ അതിയായ ഖേദവും വേദനയുമുണ്ട്. സംഭവത്തിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് ബിരേൻ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. 2024 മുഴുവൻ ദൗർഭാഗ്യകരമായ വർഷമായിരുന്നുവെന്ന് ബിരേൻ സിംഗ് പറഞ്ഞു. കഴിഞ്ഞ മെയ് 3 മുതൽ ഇതുവരെ സംഭവിച്ചതിനെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. മുൻകാല തെറ്റുകൾ ക്ഷമിക്കുകയും മറക്കുകയും വേണമെന്ന് ബിരേൻ സിംഗ് പറഞ്ഞു. മണിപ്പൂരിലെ 35 ഗോത്രങ്ങളും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സമുദായങ്ങളോടും താൻ ഇക്കാര്യം അഭ്യർത്ഥിക്കുകയാണെന്നും ബിരേൻ സിംഗ് കൂട്ടിച്ചേർത്തു. 2023 മെയ് മുതൽ സംസ്ഥാനത്ത് നടക്കുന്ന കുക്കി മെയ്തേ സംഘർഷങ്ങളിൽ 180-ലധികം ജീവനുകളാണ് നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. പലരും ഇപ്പോഴും കാണാമറയത്താണ്. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. മെയ്തേ വിഭാഗത്തിന് പട്ടികജാതി പട്ടികവർഗ പദവി നൽകുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവാണ് സംഘർഷത്തിന് കാരണമായത്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു.
കഴിഞ്ഞ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുകയും മറക്കുകയും വേണം. സമാധാനപരവും സമൃദ്ധവുമായ മണിപ്പൂരിലേക്ക് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ മണിപ്പൂർ കലാപം തണുപ്പിക്കാൻ ആവശ്യമായ നടപടികളൊന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആവശ്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മണിപ്പൂരിൽ 100-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടും പ്രധാനമന്ത്രി സംഭവസ്ഥലത്ത് എത്താത്തതിനെതിരെയും പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. Entire years is very unfortunate. I feel regret and want to say sorry to the people of the state for what happening till today since last 3rd May. Many people lost their loved one. Many people left their homes. So I really feel regret, and I would like to apologize to the old victims. But now I hope, after seeing the last 3-4 months progress towards the peace, I hope with the coming of the new year 2025, the normalcy and the peace will be restored in the state. And I want to appeal to all the communities of the state. Whatever happened is happened. We have to forgive and forget the past mistakes, and we have to start a new life, a peaceful Manipur, a prosperous Manipur, living we all recognize 34-35 tribes together, and we should live together too, in future too. That's much I want to say. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർക്ക് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ താക്കീത്. സ്വിഫ്റ്റ് ബസ് ഡ്രൈവർമാർ അശ്രദ്ധമായാണ് വാഹനം ഓടിക്കുന്നതെന്നും അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കുവാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വിഫ്റ്റ് ബസ് ഡ്രൈവർമാർ അശ്രദ്ധമായാണ് വാഹനം ഓടിക്കുന്നതെന്നും അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വിഫ്റ്റ് ബസ് ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബസ് ഡ്രൈവർമാർ കൂടുതൽ അപകടമുണ്ടാക്കുകയും ഡീസൽ കത്തിച്ച് തീർക്കുകയും ചെയ്യുന്നു. ഇവർ ഓടിക്കുമ്പോൾ മൈലേജ് കുറവാണ്. ഇത് തടയാൻ പുതിയ പദ്ധതി തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ്. പ്രതികാര ബുദ്ധിയോടെ ഡ്രൈവർമാർ വണ്ടിയോടിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ബസ്സുകൾ അമിത വേഗത്തിൽ ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. KSRTC ഡ്രൈവർമാർ അശ്രദ്ധമായി വണ്ടിയോടിച്ചാൽ ലൈസൻസ് റദ്ദാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്റെ വാഹനത്തിൽ ക്യാമറ വാങ്ങിവെച്ചിട്ടുണ്ട്. ഹെൽമറ്റ് ഇല്ലാത്ത യാത്ര, 3 പേരെ വെച്ചുള്ള ബൈക്ക് യാത്ര തുടങ്ങിയ നിയമലംഘനങ്ങൾ എല്ലാം പകർത്തി RTOയ്ക്ക് കൈമാറും. KSRTC ജീവനക്കാരെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ആധുനിക ബസ് വാങ്ങാൻ 63 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ സ്വപ്ന സംരംഭങ്ങളിലൊന്നാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്. ഇത്തരത്തിൽ റെട്രോഫിറ്റ്മെന്റ് ഡബിൾ ഡെക്കർ ബസ് ഇന്ത്യയിൽ ആദ്യമാണ്. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സർവീസുകൾ വൈകുന്നേരം 6 മണിയോടെ ബസിന്റെ പൂർണ്ണമായ ലൈറ്റിംഗോടുകൂടി മൂന്നാർ ടൗണിലെത്തും. കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും സുതാര്യമായ ഗ്ലാസ് ബോഡി ബസ്സുകൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയും വിശിഷ്ട വ്യക്തികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഡബിൾ ഡെക്കർ ബസ്സിൽ ട്രയൽ റൺ നടത്തിയിരുന്നു. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ എന്ന പേരിൽ ആരംഭിച്ച 2 ഓപ്പൺ ഡബിൾ ഡെക്കർ സർവീസുകളുടെ തുടർച്ചയായിട്ടാണ് വിനോദസഞ്ചാര മേഖലകളിലേക്ക് റോയൽ വ്യൂ ബസ് സർവീസ് നടപ്പിലാക്കുന്നത്. മൂന്നാറിലെ മനോഹരമായ പ്രകൃതിയും മൂടൽമഞ്ഞും മഴയും ആസ്വദിച്ച് റോയൽ വ്യൂ ബസ്സിൽ 25 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരണം. റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിച്ച ജീവനക്കാരെ മന്ത്രി അനുമോദിച്ചു. രാജ്യത്തിനാരും സമാധാനം സമ്മാനിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളാഡിമിർ സെലൻസ്കി. 21 മിനിറ്റ് ദൈർഘ്യമുള്ള പുതുവത്സര വീഡിയോയിലാണ് സെലൻസ്കിയുടെ പരാമർശം. ശക്തമായ യുക്രൈന് മാത്രമേ സമാധാനം ഉറപ്പിക്കുവാനും
ലോകമെമ്പാടും ബഹുമാനം നേടുവാനും കഴിയൂവെന്നും സെലൻസ്കി പറഞ്ഞു. സമാധാനം ഞങ്ങൾക്ക് ആരും സമ്മാനമായി നൽകില്ലെന്ന് അറിയാം. പക്ഷേ റഷ്യയെ തടയാനും യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടത് ചെയ്യും. പുതിയ US പ്രസിഡന്റ് സമാധാനം കൊണ്ടുവരാനും പുടിന്റെ ആക്രമണം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. അതിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ യുദ്ധം രണ്ടു പക്ഷത്തെയും സമാധാനിപ്പിക്കേണ്ട തെരുവു കലഹമല്ല. ഇത് പരിഷ്കൃത രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണ്. അമേരിക്കയ്ക്കൊപ്പം റഷ്യയെ നീതിയുക്തമായ സമാധാനത്തിലേക്ക് പ്രേരിപ്പിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. യുദ്ധത്തിലോ ചർച്ചകളിലോ റഷ്യയെ വിശ്വസിക്കരുത്. റഷ്യക്കാർക്ക് സ്വതന്ത്രരായവരെ ഭയമാണ്. അവർ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുകയാണ്. കഴിഞ്ഞ വർഷം യുക്രൈൻ തെക്കൻ റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുകയും റഷ്യക്കെതിരെ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തു. വരും വർഷത്തിൽ യുക്രൈനെതിരെ ശക്തമായി പോരാടാൻ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും തയ്യാറാകണം. അത്തരമൊരു യുക്രൈൻ മാത്രമേ യുദ്ധക്കളത്തിലും ചർച്ചകളിലും ബഹുമാനിക്കപ്പെടൂവെന്നും സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം താനാണ് റഷ്യയെ രക്ഷിച്ചതെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതുവത്സര പ്രസംഗത്തിൽ പറഞ്ഞു. 1/4 നൂറ്റാണ്ട് ഭരണകാലയളവിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളിൽ റഷ്യക്കാർ അഭിമാനിക്കണമെന്നും പുടിൻ പറഞ്ഞു. 1999 ഡിസംബർ 31 പുടിൻ റഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ റഷ്യ പരീക്ഷണങ്ങളെ തരണം ചെയ്യുകയും പ്രധാന ലക്ഷ്യങ്ങൾ നേടുകയും ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്തു. പൗരന്മാരുടെ ക്ഷേമത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്നും പുടിൻ പറഞ്ഞു. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചോ പറഞ്ഞില്ല. 2025 രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്നാണ് പ്രസംഗത്തിലുടനീളം പുടിൻ സൂചിപ്പിച്ചത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.